തത്താളുമായി എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കണം. ഇവിടെ വ്രതമാണ്, അപ്പോൾ നമുക്ക് കുറച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഇഞ്ചി നമ്മൾ ഇവിടുത്തെ കർഷകൻ നമ്മുടെ ഇടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കൊണ്ട് വരാം. കുറച്ചേ ഉള്ളൂട്ടോ, വിളഞ്ഞില്ല ചുവിന്. ഇതിൻ്റെ സുനാമ്പൊക്കെ നേരത്തെ ഇളകിപ്പോയിട്ട് ക്ഷീണിച്ചു പോയി. ഇഞ്ചി എടുക്കുമ്പോൾ ഞാൻ വരുവായി. വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും സാധനം കിട്ടി, ഇത്രയും സാധനം. ഇനി കുറച്ചുകൂടെ ഉണ്ട്, എനിക്ക് പിച്ചാൻ വയ്യ. അവിടെ ഇങ്ങനെ പോരും. ഞാൻ അച്ഛ വരുമ്പോഴങ്ങനെ കുഴിപ്പിക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ളത്. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ പിച്ചതോടെ ഇരിപ്പുണ്ട്, അതുമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അയ്യോ, വിയർത്ത് ഒഴുകിയതുകൊണ്ട് എല്ലാവരും ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇവിടെ താനയിൽ ചൂട് കുറവല്ലേ, നിങ്ങൾ കായലിനും കടലിൻ്റെ നടുക്കല്ലേ താമസിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ചൂടില്ലല്ലോ. അയ്യോ, ഇവിടെ വന്ന് നോക്കണം മക്കളെ, ചൂടെന്തോന്ന് അറിയണമെങ്കിൽ അതിലും ഭേദമാണെന്ന് തോന്നുന്നു കരയിലോട്ടൊക്കെ. അയ്യോ, അൺസഹിക്കബിളാണ്. ആത്മാർത്ഥമായി തുണി കഴുകുന്ന നിത്യ കണ്ട, വളരെ ആത്മാർത്ഥമായി നട്ടുച്ചയ്ക്ക് തുണി കഴുകുക. സന്ധ്യയ്ക്കായിരുന്നു കഴുകുന്നത്. പിന്നെ എൻ്റെ തെറിവിളി കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവൾ ഇപ്പോൾ ഉച്ചയാകുമ്പോഴേ കഴുകിയങ്ങ് ഇടും. വെയിലൊന്നും നമുക്ക് പ്രശ്നമേ അല്ല, കാരണം അവൾ ഫിക്സഡ് കളറാണെന്ന് അവൾ പറയുന്നത്. കണ്ട, ഫിക്സഡ് കളറാണ്. ഇഞ്ചിയെല്ലാം കൂടെ ഞാനൊരു മുറത്തിലിട്ട് വൃത്തിയാക്കി വെച്ച്, ഇഞ്ചിയെല്ലാം കൂടെ ചുരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ചോപ്പർ എടുത്തിട്ട് ചോപ്പറിനകത്തിട്ട് കിറിഞ്ചി എടുത്തത്. കാരണം ഇത് കൈ കൊണ്ട് അരിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്നൊരു ബരുവാകുമെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. പിന്നെ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി അതിനകത്തോട്ട് തട്ടിയിട്ട്, ഇത് പല സൈസായിട്ട് വരും കേട്ടോ, ഒരുപോലെ സൈസൊന്നും കിട്ടത്തില്ല ചോപ്പറിനകത്ത് വെച്ച് അരിയുമ്പോൾ. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞ് അതിനകത്ത് ഇടണമായിരുന്നു. അത് പിന്നെ ഓർത്തത്. അപ്പോൾ പിന്നെ പച്ചമുളകും കൂടെ എടുത്ത് അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് അരിഞ്ഞ് കുന അരിഞ്ഞതിനകത്തിട്ട്, പിന്നെ പാത്രം എടുത്തുകൊണ്ട് വന്ന് 3-4 കഷ്ണം ശർക്കര അതിനകത്തിട്ട് പാണിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കര എനിക്ക് പാലക്കാട്ടിൽ നിന്ന് പാറു പോയി വിട്ടെന്ന് കൊണ്ടുവന്നതാണ്. ആ പുളിയും പാറു പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ്. ഒരു കൈ പുളി ഞാൻ എടുത്ത് വെച്ചതാട്ടോ, പുളിയുടെ അളവൊന്നും ചോദിക്കരുത്. പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വന്നപ്പോഴത്തേക്ക് ഒരു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും, അതിൻ്റെ ഒന്ന് അളവ് ചോദിക്കരുത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. പിന്നെ കുറച്ച് കായവും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ഞാൻ ആ പുളി കുറച്ച് പിഴിഞ്ഞൊഴിച്ച പുളി മതിയാകുമെന്ന് വിചാരിച്ചിട്ട് പുളി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ആ ശർക്കര പാണിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച്. ഇത് ഞാനൊരു വീഡിയോ കണ്ട കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതെന്നല്ല, എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പാത്രം എല്ലാം കൂടെ കഴുകി വെച്ച് അപ്പോഴത്തേക്ക് അത് തിളയ്ക്കാൻ വെച്ചിരുന്നു. അത് ഒരുവിധമൊക്കെ തിളച്ച് വൃത്തിയായിട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞാറ്റ പാറി പറന്ന് വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റ ഡാൻസിന് പോകാൻ വേണ്ടി വന്ന ഗൗരിയായിട്ട്. അപ്പോഴത്തേക്ക് ടേസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞ് നല്ല മണം വരുന്നതെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞാറ്റ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ കാണും. അവളുമാർ അതുകൊണ്ട് ഡാൻസിന് പോകാൻ പോയി. പിന്നെ അപ്പോഴത്തേക്ക് നന്നായിട്ട് പറ്റി നല്ല കുറുകിയൊക്കെ വന്ന് ഞാൻ കടുവും കൂടെ വറുത്ത് ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു.